ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ ടെറസിലെ പയർ കൃഷിയെക്കുറിച്ചാണ്. കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ സമൃദ്ധമായി പയർ വിളയിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നല്ല ഇനം വിത്ത് തന്നെ നോക്കി മേടിക്കണം. ഞാൻ എൻ്റെ ചെടിച്ചട്ടിയും ഗ്രോ ബാഗൊക്കെ നിറച്ചിരിക്കുന്നത് ചകിരിച്ചോറ്, ചാണകപ്പൊടി, കരിയില ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഗ്രോ ബാഗ് നിറച്ചിരിക്കുന്നത്. ചകിരിച്ചോറ്, ചാണകപ്പൊടി, കരിയില എന്നിവ കൃത്യമായ അളവിൽ ചേർത്ത് ഗ്രോ ബാഗ് നിറച്ചതുകൊണ്ടാണ് എൻ്റെ ചെടികളെല്ലാം ഇത്ര ഹെൽത്തിയായി വളരുന്നത്. ടെറസിലെ പയർ ചെടി നന്നായി വളരാനും കൂടുതൽ വിളവ് ലഭിക്കാനും ഞാൻ ചെയ്ത വഴികൾ നിങ്ങൾക്കും പറഞ്ഞു തരാം കേട്ടോ. ഒന്നാമത്തെ ടിപ്പാണ് അഗ്രഭാഗം നുള്ളുക. പയർ ചെടി 4 ഇല പ്രായമാകുമ്പോഴേ തലപ്പ് നുള്ളിക്കൊടുത്താൽ കൂടുതൽ ശാഖകൾ വരികയും കൂടുതൽ പയർ ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു ടിപ്പാണ് ജൈവവള പ്രയോഗം. ആഴ്ചയിൽ ഒരിക്കൽ കടല പിണ്ണാക്ക്, കുതിർത്ത തെളിയും കഞ്ഞിവെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് മികച്ചതാണ്. മറ്റൊരു പോയിന്റാണ് വെളുത്തുള്ളിയും 10 കാന്താരി മുളകും അരച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അരിച്ചെടുത്ത് തളിക്കുന്നത് കായീച്ചകളെയും മുഞ്ഞകളെയും മാറ്റാൻ സഹായിക്കും. പിന്നെ ഒരു പോയിന്റാണ് ഈ പയറുമൊക്കെ വരുന്ന കീടങ്ങളും ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ട് ചാരം വിതറുക. ഇലകളിൽ അതിരാവിലെ മഞ്ഞുതുള്ളികൾ ഉള്ളപ്പോൾ അല്പം അടുക്കളച്ചാരം വിതറുന്നത് ഇലപ്പേനുകളെയും പുഴുക്കളെയും അകറ്റാൻ നല്ലതാണ്. മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുന്നത് കാരണം കൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകും. 2 നേരം ഉറപ്പായിട്ടും നനക്കാൻ ശ്രദ്ധിക്കണം. നേരം വെളുക്കുമ്പോഴും രാത്രിയാകുമ്പോഴും അത് കൂടുതലായി നനയ്ക്കരുത്. നമ്മൾ ഗ്രോ ബാഗിലല്ലേ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെടിക്ക് ഒരു ഗ്രോ ബാഗിൽ 1 കപ്പ് വെള്ളം എന്നും അതനുസരിച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. എന്നാൽ തന്നെ അത് കിനിഞ്ഞിറങ്ങി കുറച്ചൊക്കെ ടെറസിൽ പോയിട്ടുണ്ടാവും. 1 കപ്പിലും കൂടുതലൊന്നും ഒഴിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട വളങ്ങളൊക്കെ ആ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുള്ളൂ. 1 കപ്പ് വെള്ളം അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ 1 നേരം ഒഴിച്ചാൽ മതി. അങ്ങനെ ഉച്ചരിയുമ്പോഴും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശം. ദിവസവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും നേരിട്ട് വെയിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പയർ ചെടിക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പയർ ചെടിയൊക്കെ വെയിലൊന്നും ഇല്ലാണ്ട് നല്ല പൂക്കാനും കായ്ക്കാനൊക്കെ ഇങ്ങനെ ഒരു വിമ്മിഷ്ടമുള്ളതുപോലെ ഇങ്ങനെ ഇതായിരിക്കും. നല്ല വെയിലത്താണെങ്കിൽ നല്ല പയർ ഉണ്ടാവും കേട്ടോ നമുക്ക്. ഇനി നമുക്ക് വീട്ടിലുള്ള നമ്മൾ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ എങ്ങനെ പയറിലെ വെള്ളീച്ചയെയും മുഞ്ഞയെയൊക്കെ കളയാമെന്നൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ചെടിയുടെ ഇലയിലും തണ്ടിലും അല്പം മഞ്ഞപ്പൊടി നേരിട്ട് വിതറുന്നത് ഉറുമ്പ്, വെള്ളീച്ച തുടങ്ങിയ കീടങ്ങളെ അകറ്റാൻ സഹായിക്കൂട്ടോ. മഞ്ഞപ്പൊടി കൊണ്ട് പിന്നെ ഒരു ലായനി ഉണ്ടാക്കാൻ പറ്റും. 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അല്പം സോപ്പ് ലായനിയും ചേർത്ത് ഇലകളുടെ ഇരുവശത്തും തളിക്കുന്നത് ഫംഗസ് ബാധയും ചെറിയ കീടങ്ങളും മാറാൻ നല്ലതാണ്. പിന്നെ നമ്മളുടെ മണ്ണിലൂടെ കയറുന്ന ഫംഗസുകളുണ്ട്, വേര് കേടെടുത്തുന്ന ഫംഗസൊക്കെ. അതിന് വേണ്ടിയിട്ട് തടത്തിൽ മഞ്ഞപ്പൊടി ഇടുക. ചെടിയുടെ ചുവട്ടിൽ മഞ്ഞപ്പൊടി വിതറുന്നത് മണ്ണിലൂടെയുള്ള രോഗങ്ങളെയും കീടങ്ങളെയും തടയാൻ സഹായിക്കൂട്ടോ. സൂഡോമോണസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊടിയുണ്ട്, ജൈവവളം. അത് നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ആഴ്ചയിൽ ഓരോ കപ്പ് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് 2-3-4 സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ആഴ്ചയിലെങ്കിലും 1 കപ്പ് ഓരോ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വിളവ് തരും കേട്ടോ. അല്ല, ആഴ്ചയിൽ നിങ്ങൾക്ക് ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അത് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വള്ളിപ്പയറാണ് നിങ്ങൾ നട്ടിരിക്കുന്നത് എങ്കിൽ പടർന്നു തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായ പന്തലോ താങ്ങോ നൽകുന്നത് കായ്കൾ ചീഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കൂട്ടോ. ഒന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെടി പൂവിടുന്ന സമയത്തും കായ്കൾ പിടിക്കുന്ന സമയത്തും കൃത്യമായി നനക്കാൻ ശ്രദ്ധിക്കണം. മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ പൂക്കൾ കൊഴിയാനും കായകളൊക്കെ ഉണ്ടാവുന്നതൊക്കെ കേടൊന്നു പോകാനൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ നമുക്ക് ചെടിക്ക് കൊടുക്കാൻ പറ്റിയത് നല്ല വീട്ടിലുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മളുടെ വിറക് ചാരം. ചാരത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ചെടികളുടെ വളർച്ചയ്ക്കും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും സഹായിക്കുന്നു. പിന്നെ നമ്മളെ ചാരം കീടനിയന്ത്രണത്തിന് നല്ലതാണ് കേട്ടോ. ഇലകളിൽ ചാരം വിതറുന്നത് ഇലപ്പേൻ, പുഴുക്കൾ തുടങ്ങിയ കീടങ്ങളെ അകറ്റാൻ നല്ല ഫലപ്രദമാണ് കേട്ടോ. മണ്ണിൻ്റെ അമ്ലത കുറക്കുന്നു. ചാരം മണ്ണിലെ pH മൂല്യം നിയന്ത്രിച്ച് അമ്ലഗുണം കുറക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ചാരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേരുകളുടെ വളർച്ചയ്ക്ക് അതിവേഗമാകും കേട്ടോ. ഇതിലെ ഫോസ്ഫറസ്, കാൽസ്യം എന്നിവ വേരുകൾക്ക് കരുത്തോടെ വളരാൻ ഉത്തമമാണ്. ചാരം ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
അമിതമായി ചാരം ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഗുണത്തെ ബാധിക്കാം. അതിനാൽ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഈ പയർ ചെടിക്ക് നമ്മൾ ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ വളം, ഒരു ദിവസം ഒരാഴ്ചയിൽ ഇപ്പോൾ നമ്മൾ വിറക് ചാരാണ് തൂവി കൊടുക്കുന്നതെങ്കിൽ ഒരാഴ്ചയിൽ ലേശം ചാണകപ്പൊടി അല്ലെങ്കിൽ ഒരാഴ്ചയിൽ പച്ചക്കറി വേസ്റ്റ് ഇട്ടത് നേർപ്പിച്ച് നമ്മൾ ചെടിയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഴ്ചയിൽ നമ്മളെ ചെടിക്കൊരു പ്രോട്ടീനായിട്ട് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് നല്ലവണ്ണം പയറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഈ പയറൊക്കെ പൊട്ടിച്ച് ഉപ്പേരി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ, അത് എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്നും പൊട്ടിച്ചത് തന്നെയാണ്. എനിക്ക് കായ്ഫലം കിട്ടൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. ആകെ 2 പ്രാവശ്യമാണ് ഞാൻ പൊട്ടിച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരു അര കിലോത്തോളം കിട്ടി, പിന്നെ ഒരു പ്രാവശ്യവും അര കിലോത്തോളം കിട്ടി. അങ്ങനെ 2 പ്രാവശ്യം വെച്ച് പൊട്ടിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് ആ ബോക്സിൽ കാണിച്ചു തന്നത്. ജൈവവളമല്ലാതെ വേറെ മറ്റൊരു വളവും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പയറിനൊക്കെ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ. നിങ്ങളെല്ലാവരും ടെറസിലൊക്കെ ഒരു 10 ഗ്രോ ബാഗെങ്കിലും നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പയറൊക്കെ നമുക്ക് പൊട്ടിക്കാൻ കിട്ടും. ഞാൻ അതിന് ഗ്യാരണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ടെറസിലേക്ക് മണ്ണും കരിയിലയും ഇതൊക്കെ പാടെ കൂടി കൊണ്ടുപോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഏറ്റിക്കൊണ്ടോണ്ടേന്ന് പോയി വിചാരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് 10 ബാഗും ടെറസിലേക്ക് കൊണ്ടുപോകണമെന്നില്ല. ഒരു ദിവസം ഒരു ഗ്രോ ബാഗ് നിറച്ച് കൊണ്ടുപോവുക. കൂടുതലായി നമ്മൾ കരിയിലയാണ് നിറക്കേണ്ടത്. മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറേശ്ശെ നിറച്ചിട്ട് മേലെ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മുടെ വിത്ത് നട്ടു കൊടുത്താൽ മതി. നമ്മുടെ ഗ്രോ ബാഗിന് നല്ല വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ താഴത്തു നിന്ന് തന്നെ നിറച്ച് മുകളിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ, അങ്ങനെ ഓരോ ദിവസം ഓരോ ഗ്രോ ബാഗ് കൊണ്ടുപോകണമെങ്കിൽ 10 ദിവസം കൊണ്ട് നമുക്കൊരു 10 ഗ്രോ ബാഗ് നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല. ഏറെക്കുറൊക്കെ പയർ ചെടിക്ക് വേണ്ട കാര്യങ്ങളും പരിചരണവും ചെയ്യേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പയർ ഉറപ്പായും നല്ലവണ്ണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ടെറസിൽ 100 മേനി പയറുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടുതൽ കൃഷി അറിവുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൃഷി അറിവുകൾ മാത്രമല്ല, ഇതിൽ ഞാൻ കുക്കിംഗ് വീഡിയോയും എല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇൻഫർമേറ്റീവായ പല വീഡിയോകളും നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തലത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ കിടപ്പുള്ളത്. തീർച്ചയായും ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.